ഇടുക്കി തൊടുപുഴയിൽ വിലപിടിപ്പുള്ള പശുക്കളെ മോഷ്ടിച്ച് കാലിച്ചന്തയിൽ എത്തിച്ച് വിറ്റ പശുക്കള്ളനെ പോലീസ് പൊക്കി. വണ്ണപ്പുറം സ്വദേശി മുഹമ്മദ് നിയാസാണ് തൊടുപുഴ പോലീസിന്റെ വലയിലായത്. വണ്ണപ്പുറം പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് മെമ്പറുടെ ഭർത്താവാണ് പിടിയിലായ നിയാസ്. മാസങ്ങളായി തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളായ വണ്ണപ്പുറം, കരിമണ്ണൂർ, കൊടിക്കുളം, കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും പശുക്കളെ കാണാതാകുന്ന സംഭവം പതിവായിരുന്നു. കാണാതായ പശുക്കളെല്ലാം അത്യാവശ്യം വിലപിടിപ്പുള്ള ഇനത്തിൽപ്പെടുന്നവയാണ്. ഇതോടെ നടക്കുന്നത് മോഷണമാണെന്നും കള്ളനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും ക്ഷീരകർഷകർ പോലീസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ പെട്ടെന്നൊരു തുമ്പ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ കലൂർ മേഖലയിൽ നിന്ന് 2 പശുക്കളെ കാണാതായി. എന്നാൽ ഈ മോഷണം കൂടിയായതോടെ പോലീസ് കൃത്യമായ ചില നിഗമനങ്ങളിലേക്കെത്തി. അങ്ങനെയാണ് വണ്ണപ്പുറം പഞ്ചായത്തിലെ ലീഗ് മെമ്പറുടെ ഭർത്താവ് മുഹമ്മദ് നിയാസിന് പിടിവീഴുന്നത്. പശുക്കളെ വിറ്റുകിട്ടിയ പണം പോലീസ് വണ്ണപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. മോഷ്ടിച്ച 2 പശുക്കളെ പാലക്കാട് ജില്ലയിലെ കാലിച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റെന്ന് മുഹമ്മദ് നിയാസ് പോലീസിനോട് പറഞ്ഞു. 100-ലധികം CCTV ദൃശ്യങ്ങളിലൂടെ പോലീസ് നടത്തിയ യാത്രയാണ് നിയാസിലെത്തി നിന്നത്. പശുക്കളനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, ഇടുക്കി.